ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ IT ട്രെയിനിങ്ങിൻ്റെ 5ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് ലിബർ ഓഫീസ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ലിബർ ഓഫീസ് ഇംപ്രസിൽ നമുക്ക് എങ്ങനെ ഒരു സ്ലൈഡ് തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ആദ്യം ഈ ലിബർ ഓഫീസ് ഇംപ്രസ് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിബർ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻസിൽ പോവാം. ആപ്ലിക്കേഷൻസിൽ പോയിട്ട് ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബർ ഓഫീസ് ഇംപ്രസ്, ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബർ ഓഫീസ് ഇംപ്രസ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിബർ ഓഫീസ് ഇംപ്രസിൻ്റെ ഇന്റർഫേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം നോക്കുന്നത് ഇവിടെ സെലക്ട് ടെംപ്ലേറ്റ്, ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമ്മുടെ സ്ലൈഡ് ക്രിയേറ്റ് ആവുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. നമുക്ക് ടെംപ്ലേറ്റ്സ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്ലൈഡിൻ്റെ ലേ ഔട്ട് ഇവിടെ കാണാം. ഏത് ലേ ഔട്ടാണ് നമുക്ക് വേണ്ടതെന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഈ ഒരു ലേ ഔട്ടാണ് ഇവിടെ സെലക്ട് ആയിട്ട് കിടക്കുന്നത്. ഇനി നമുക്ക് ആ ലേ ഔട്ട് ബ്ലാങ്ക് ആണ് വേണ്ടെങ്കിൽ ഇവിടെ ബ്ലാങ്ക് സ്ലൈഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാങ്ക് ആയി, ഒന്നുമില്ല, ഇവിടെ ഒന്നും ഇല്ല. ഇനി നമുക്ക് ഈ സ്ലൈഡിലേക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ടൂൾ ബോക്സിൽ ഇവിടെ കുറേ ടൂൾ കാണാം. ഇവിടെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇടതുവശത്തെ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാനായിട്ട് പറ്റും. നോക്കുക, ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വരച്ചു. ടെക്സ്റ്റ് ബോക്സ് വരച്ചിട്ട് നമുക്ക് എഴുതേണ്ട സംഭവം നമുക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യാൻ പോകണം. ഇന്ത്യ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ ആദ്യം നമ്മളത് സെലക്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെലക്ട് ചെയ്തതാണ്. എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ മൗസ് പോയിന്റർ കൊണ്ട് വെച്ച് ഇടതുവശത്തേക്ക് ഞെക്കി പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് ആയി. ഇനി നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് ഈ സൈഡിൽ തന്നെ സൈഡ് ബാറിൽ തന്നെ ഉണ്ട്, സെലക്ട് ആയപ്പോൾ വന്നിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരക്ടർ ഫോർമാറ്റിംഗ് ആണ് ഇത്. ക്യാരക്ടർ ഫോർമാറ്റിംഗ് ഒക്കെ ഇവിടെ സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷോർട്ട് കട്ട് അവിടെ നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണം, ഏത് സ്റ്റൈൽ നമുക്ക് എഴുത്ത് മാറ്റണം അത് സെലക്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഈ ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബോൾഡ് ആക്കണേ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കണേ ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ കൊടുക്കണേ അണ്ടർലൈൻ കൊടുക്കാം. നമുക്ക് ആവശ്യാനുസരണം നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഷാഡോ കൊടുക്കണമെങ്കിൽ ഷാഡോ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ ക്യാരക്ടർ സ്പേസിംഗ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെരി ടൈറ്റ്, നോർമൽ, ലൂസ്, വെരി ലൂസ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. പാരഗ്രാഫ് ഉണ്ട്, പാരഗ്രാഫ് സെൻട്രൽ ലെഫ്റ്റ് അലൈൻ ഉണ്ട്, അലൈൻ ലെഫ്റ്റ്, സെൻട്രൽ അലൈൻ ഉണ്ട്, സെൻട്രൽ ലൈൻ കൊടുത്താൽ സെൻട്രലിലേക്ക് വരും. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം,
അലൈൻ ടോപ്പ്, സെൻറ്റർ വെർട്ടിക്കലി, അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാം. ഇവിടെ പിന്നെ ബുള്ളറ്റ്സ് ഉണ്ട്, പിന്നെ നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ തയ്യാറാക്കുന്ന സ്ലൈഡിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇൻഡന്റ് ഉണ്ട്, ഇവിടെ ക്രമീകരിക്കാൻ എഴുതിയത്, സ്പേസിങ്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ബേസിക് ആയിട്ട് നമ്മൾ ഒരു സ്ലൈഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു സ്ലൈഡ് ഒന്നുകൂടി ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ഇവിടെ ഇപ്പോൾ ഒരു സ്ലൈഡേ ഉള്ളൂ, ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്ലൈഡ് കാണാം മെനു ബാറിൽ. ഈ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു സ്ലൈഡ് ഇവിടെ വന്നു. അതിൽ ലേഔട്ട് സെലക്ട് ചെയ്യാനുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ലേഔട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ആ ബ്ലാങ്ക് തന്നെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം എനിക്ക് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട, ഇന്ത്യയാണ് ഞാൻ ടൈപ്പ് ചെയ്തത്, അപ്പോൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇൻസേർട്ട് പോയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തത്. ഇവിടെയൊക്കെ ഷോർട്ട് കട്ട്, ടൂൾ ബാറിൽ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇൻസേർട്ട് ഇമേജ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് ഇമേജ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവച്ചില്ല എവിടെയാണ് നമ്മൾ ചിത്രം ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഡെസ്റ്റിനേഷനിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേസസിൽ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എൻ്റെ ചിത്രം അവിടെ ഡെസ്ക്ടോപ്പ് തന്നെയാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പ് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇത്രയും ഒരു ഓപ്ഷൻ വന്നു, ഇന്ത്യ PNG ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഓപ്പൺ അടിച്ചു. അപ്പോൾ ഈ ഒരു സ്ലൈഡിലേക്ക് ഇന്ത്യയുടെ ഒരു പിക്ചർ വന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഒരു പിക്ചർ എങ്ങനെ ചെറുതാക്കാം. ഈ സ്ക്വയർ പിടിച്ച് താഴോട്ട് വലിച്ച് നമുക്ക് ചെറുതാക്കാനും അതുപോലെ തന്നെ തിരിച്ചും വലുതാക്കാനും ഒക്കെ സാധിക്കും. അപ്പം ഞാൻ ഇതവിടെ ഫുള്ള് നിറയ്ക്കാൻ പോവാണ്. ഈ ചിത്രം ഇവിടെ നിറച്ചു. അപ്പം ഞാൻ ഈ 2 സ്ലൈഡാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ചെയ്ത് നോക്കുക. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ സേവ് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഫയലിൽ സേവ് അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് നമ്മൾ പേര് കൊടുക്കുന്നത്, ഇന്ത്യ ആണ്. ഇന്ത്യ എന്ന് പേര് കൊടുത്തു. നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫോൾഡർ ഉണ്ടാക്കിയിരുന്നു ഡെസ്ക്ടോപ്പിൽ, IT ട്രെയിനിങ്ങിൽ. നമുക്കിത് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പം ഈ ഒരു ഫയൽ അതിൻ്റെ അകത്ത് സേവായി. ഈ ഒരു ഫയല്, ഈ ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ അതിൻ്റെ അകത്ത് സേവായി. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് IT ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ODP കാണാം. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ സ്ലൈഡ്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും. 2 ചെറിയ സ്ലൈഡുകളാണ് ഇന്ത്യയുടെ മാപ്പ്. അപ്പം തുടർന്നുള്ള ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.